ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടത് മുസ്ലിം പ്രീണനം കൂടിപ്പോയതുകൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ പ്രതിഷേധം. കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചു. സമിതിയുടെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് നിന്ന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയാൽ അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ട് അവർ കാര്യങ്ങൾ നേടി പോകുന്നു. നമ്മുടെ കാര്യം എന്താണ്? അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നില്ല, മലപ്പുറം എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ സാമ്രാജ്യമൊന്നുമല്ല. അവിടെ എല്ലാ മതക്കാരും ഉണ്ട്, ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. ഈ നവോത്ഥാന സമിതി ഇപ്പോഴുള്ള സർക്കാരിൻ്റെ ഒരു പിന്തുണയോട് കൂടിയാണ് ഉണ്ടാക്കിയത്. ആ നവോത്ഥാനത്തിന് നേതൃത്വം നൽകേണ്ട അദ്ദേഹം കൂടെയുള്ള ഒരു സമുദായത്തെ പറ്റി ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. മിഥില ബാലൻ വിവരങ്ങൾ വച്ചിരുന്നു. മിഥില, അത് കുറച്ച് സങ്കീർണമാവുന്നുണ്ടോ? എന്താണ് ഹുസൈൻ മടവൂരിന്റെ പ്രതിഷേധത്തിന്റെ കാരണം? വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്നത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരമൊരു സമിതി, നവോത്ഥാന സംരക്ഷണത്തിനായി ഇത്തരമൊരു സമിതി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രൂപീകരിച്ചത്. ആ സമിതിയിലുള്ള ഒരു വിഭാഗം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ശരിയല്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വാസ്തവവിരുദ്ധമാണ്. ഈ ഒരു പരാമർശം വെള്ളാപ്പള്ളി നടേശൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഡോക്ടർ ഹുസൈൻ മടവൂർ രാജിവെച്ചിട്ടുള്ളത്. ഈ സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശന് തന്നെയാണ് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രാജിക്കത്ത് കൈമാറുക. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്നത്, ഇത്തരത്തിൽ മുസ്ലിം പ്രീണനം നടന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇടതുപക്ഷം ജയിക്കുമായിരുന്നല്ലോ. പക്ഷേ ഇവിടെ ഇടതുപക്ഷം ജയിച്ചിട്ടില്ല, അതാണ് വസ്തുത. ഇപ്പോഴും മുസ്ലിം സമുദായം വിവിധ തരത്തിൽ വിവിധ വിഷയങ്ങളിൽ, വിദ്യാഭ്യാസം, ആരാധനാലയങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ഇപ്പോഴും ഇടത് സർക്കാരിൽ നിന്നും മുസ്ലിം സമുദായം അവഗണന നേരിടുന്നുണ്ട്. അതെല്ലാം മുന്നിലുണ്ട്. എന്നിട്ട് പോലും ഇത്തരം വിഷയങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മുസ്ലിം പ്രീണനം ഇടതുപക്ഷ സർക്കാർ നടത്തുന്നു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. ആ പ്രസ്താവന പിൻവലിക്കണം വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു ആവശ്യമാണ് ഡോക്ടർ ഹുസൈൻ മടവൂർ അല്പസമയം മുമ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മിഥില ബാലനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെയും വിജയത്തിന്റെയും ഒക്കെ വിലയിരുത്തലുകളുടെ ഭാഗമായി വരുന്ന ചർച്ചകൾ കൂടിയാണ്. നോക്കാം ഏതളവിൽ അത് വികസിക്കുന്നു എന്നുള്ള കാര്യം.